ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिबिशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानो सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त റെഡിയല്ല. हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवजनैष्टिकी मुखं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् योऽन्तः प्रविश्य मम वाचं मां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वदाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहन तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवतस्वरूपं परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 17-ാമത്തെ അധ്യായം മുതൽക്ക് 1-ാമത്തെ ശ്ലോകം മുതൽക്ക്. സൂത ഉവാച തത്ര ഗോമിഥുനം രാജാ ഹന്യമാനം അനാഥവത് ദണ്ഡഹസ്തം ച വൃഷലം ദദൃശേ ലാഞ്ചനം. സൂത ഉവാച തത്ര ഗോമിഥുനം രാജാ ഹന്യമാനം അനാഥവത് ദണ്ഡഹസ്തം ച വൃഷലം ദദൃശേ നൃപലാഞ്ചനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നം മാതാജി വായിച്ചോളൂ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തത്ര ഗോമിഥുനം രാജാ ഹന്യമാനാമാനാഥവത് ദണ്ഡഹസ്തം ച വൃഷലം ദദൃശേ നൃപലാഞ്ചനം. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. സൂത ഗോസ്വാമി പറഞ്ഞു, ആ സ്ഥലത്ത് എത്തിച്ചേർന്ന പരീക്ഷിത് മഹാരാജാവ് രാജാവിനെ പോലെ കപടവേഷം ധരിച്ച് നീചകുലജാതനായ ഒരു ശൂദ്രൻ ഒരു പശുവിനെയും ഒരു കാളയെയും അവയ്ക്ക് ഉടമസ്ഥരില്ലാത്തവയെന്ന പോലെ അവയെ ഒരു വടി കൊണ്ട് തല്ലുന്നത് കണ്ടു. ഹരേ കൃഷ്ണ പ്രഭുജി. Hari Bol. Suta Goswami said, after reaching that place, Maharaja Parikshit observed that a lower caste Shudra, dressed like a king, was beating a cow and a bull with a club as if they had no honor. നമുക്കറിയാം പരീക്ഷിത് മഹാരാജാവ് ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയ ശേഷം, അതായത് എന്ത് ലക്ഷണങ്ങളാണ്, അതായത് കലിയുഗത്തിന്റെ നുഴഞ്ഞു കയറൽ കണ്ടു. ആക്ടിങ് തുടങ്ങിയിട്ടില്ല, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ചില ചില ലക്ഷണങ്ങൾ, സ്വഭാവ മാറ്റങ്ങൾ തൻ്റെ പ്രജകളിൽ തന്നെ കാണാൻ തുടങ്ങി. അപ്പൊ തൻ്റെ എല്ലാ പ്രജകളെയും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭ്രമണം ചെയ്യാൻ തുടങ്ങി തൻ്റെ രാജ്യത്ത് മുഴുവൻ. അല്ലേ? അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു.
എവിടെ ഒരു പശുവും ഒരു കാണിയും തമ്മിലുള്ള സംവാദം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവർ രണ്ടുപേരും ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ കഥകളും പറഞ്ഞ് ഇനി വരാൻ പോകുന്ന സമയം വളരെ കഷ്ടകാലം പിടിച്ചാണ്. ഇപ്പോ ബുള്ളിന് 4 കാലുള്ളതിന് 3 കാലം പോയിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ആ സമയത്താണ് ഇവിടെ പരീക്ഷിത് മഹാരാജ് എത്തുന്നത്. രണ്ടുപേരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ ഈ ധരാത്തിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു. കലി ആൾറെഡി ഇവിടെ പ്രവേശിച്ചു. അതിന്റെ ആക്ടിവിറ്റി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലാണ് ഇവിടെ പരീക്ഷിത് മഹാരാജ് എത്തുന്ന രണ്ടുപേരും കണ്ടു. എന്താണ് കാണുന്നത്? അവിടുത്തെ ദൃശ്യം എന്താണ്? ഒരു രാജാവ്, പക്ഷെ രാജാവിന്റെ വേഷത്തിൽ മാത്രമാണ്, ശരിക്കും രാജാവല്ല. ശൂദ്രൻ ഒരു രാജാവിന്റെ വേഷത്തിൽ വന്നിട്ട് ഈ പശുവിനെയും കാളയിലും അടിക്കുകയാണ്, ക്രൂരമായിട്ട് അടിക്കുകയാണ്. ആ കാളയുടെ 3 കാലം പോയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിച്ചില്ല. വളരെ ആദ്യം അത്ഭുതം തോന്നിയത്. എന്താണ് അത്ഭുതം തോന്നാൻ കാരണം? അതായത് ആദ്യമായിട്ട് ഒരു രാജാവ് ഒരു ക്ഷത്രിയനാവണം. ഇവിടെ ഒരു രാജാവിന്റെ വേഷത്തിൽ ശൂദ്രനാ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോ തന്നെ അത്ഭുതം. കാരണം വെച്ചാൽ എങ്ങനെ ഒരു ശൂദ്രന് രാജാവാൻ പറ്റും? ക്ഷത്രിയനാണ് രാജാവുണ്ട്. ക്ഷത്രിയ, അതായത് ആർക്ക് ക്ഷതം, ആരെ ക്ഷതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു അവൻ ക്ഷത്രിയൻ. ഇവിടെ ഒരു ശൂദ്രനാണ്. ശൂദ്രന് ക്ഷത്രിയന്റെ ക്വാളിറ്റി ഇല്ല. പിന്നെ എങ്ങനെ രാജാവാൻ പറ്റും? അപ്പോ ഒരു കപട ക്ഷത്രിയനാണ് ശൂദ്രന്റെ വേഷത്തില്. ശൂദ്രൻ ഒരു രാജാവിന്റെ വേഷത്തില് വന്നിട്ട് വളരെ ക്രൂരമായിട്ട് ഈ 2 മൃഗങ്ങളെ ഉപദ്രവിക്കുകയാണ്. അപ്പൊ അതന്നെ ഒരു വലിയ അത്ഭുതം അല്ലേ? രണ്ടാമത്തെ കാര്യം, ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്ത്. പരീക്ഷിത് മഹാരാജാവ് സാധാരണ രാജാവല്ല, രാജ ഋഷിയാണ്. രാജാവുമാവണം, അതേപോലെ ഋഷിയാവണം. രണ്ടും കോമ്പിനേഷൻ വളരെ ചുരുക്കേ കാണുള്ളൂ. അപ്പൊ അങ്ങനെ ആ രാജഋഷിയുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു കപടവേഷക്കാരൻ, ഒരു ശൂദ്രൻ രാജാവിന്റെ വേഷത്തിൽ വന്നിട്ട് ഈ നിസ്സഹായരായിട്ടുള്ള ഈ പശുവിനെയും കാളയെയും ഉപദ്രവിക്കുന്നു, അടിക്കുന്നു. അതും തന്റെ രാജ്യത്ത് നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് അത് അത്ഭുതത്തോടെ കാണാൻ പറ്റിയുള്ളൂ. കാരണം കലികാലത്തിന്റെ ആ ഒരു എൻട്രി, ആ പ്രവേശനം ഇവിടെ തുടങ്ങിയെന്നർത്ഥം. ഇത് പറയുന്നത് ഇതിൽ പറയുന്നത് ഉണ്ടോ? ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ദദൃശേ നൃപ ലാഞ്ചനം, ലോവർ കാസ്റ്റ്, ഡ്രസ് ലൈക്ക്, രാജാവിന്റെ വേഷത്തില്, ആസ് ഇഫ് ദേ ഹാഡ് നോ ഓണർ, ഒരു അനാഥരായിട്ടുള്ള ആൾക്കാർ. കാരണം വെച്ചാൽ ഒരു രാജാവിന്റെ പ്രജകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, അതിൽ മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളെല്ലാം പെടും. അപ്പൊ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ട കടപ്പാട്, കർത്തവ്യം, കടമ രാജാവിനുണ്ട്. അപ്പൊ ഈ മൃഗത്തിന്റെ രൂപത്തിലാണെങ്കിലും അവരാരാണ്? ഒന്ന് ധർമ്മ, മറ്റത് പൃഥ്വി. അപ്പൊ അവർ രണ്ടുപേരും ഇനി വരാൻ പോകുന്ന സമയത്തിനെ പറ്റി ഓർത്തിട്ട് വിഷമിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ശൂദ്രനായിട്ടുള്ള രാജാവ് വന്നിട്ട് ക്രൂരമായിട്ട് അടിക്കുന്നുണ്ട്. കാലയുടെ 3 കാലുമില്ല, ഒരു കാലിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് പശു ധർമ്മത്തിനോട് മറുപടി പറഞ്ഞത്. എന്തുകൊണ്ടാണ് പശുവിന് ഇത്ര വിഷമം? പശുവിനെ പറ്റിയിട്ടും, അതായത് പൃഥ്വിയെ പറ്റിയിട്ടും, കാളയെ പറ്റിയിട്ടും, അല്ലെങ്കിൽ ധർമ്മത്തിനെ പറ്റിയിട്ടും, ദേവതന്മാരെ പറ്റിയിട്ടും, ഭക്തന്മാരെ പറ്റിയിട്ടും, ഋഷിപര്യന്മാരെ പറ്റിയിട്ടും, എല്ലാവരെയും പറ്റിയിട്ടും ആശങ്കയാണ്. കാരണം കലിയുടെ ആ പ്രവേശനം നടന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന് ഇത്രയും ആശങ്ക, ഇത്രയും അത്ഭുതമായിട്ട് അത് നോക്കി കാണുന്നത്. അപ്പോൾ ആസ് ഇഫ് ദേ ഹാഡ് നോ ഓണർ, എന്നതിന്റെ അർത്ഥം അതായത് അവർക്ക് നാഥനില്ലാതെ പോലെ അദ്ദേഹം പരീക്ഷയാണ്. ഇപ്പൊ ഒരു അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് തന്റെ മക്കളെ വേറെ വല്ലരും ധൈര്യപ്പെടുവോ ശിക്ഷിക്കാൻ? ഇല്ല. കാരണം അവർക്ക് അച്ഛനും അമ്മയും നാഥനുണ്ട്. അല്ലാതെ ആരും ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ പലരും, അതേപോലെ ഈ പശുവിനും കാളയ്ക്കും നാഥനില്ലാത്ത പോലെ ഈ ശൂദ്രനായിട്ടുള്ള രാജാവ് നടിക്കുന്ന ശൂദ്രൻ അവിടെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആക്ച്വലി ഭഗവാൻ വിട്ടുപോയി. ഓക്കെ, പ്രൊട്ടക്ടർ വിട്ടുപോയി, ധർമ്മം പരിപാലിക്കുന്ന ആള് വിട്ടുപോയി. പക്ഷെ എങ്കിലും ഞാനുണ്ടല്ലോ ഇവിടെ.
ഞാൻ പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജ ഉണ്ടല്ലോ. ആസ് ഇഫ് ദേ ഹാഡ്, അതായത് അവർക്ക് ഒരു നാഥനില്ലാതെ പോലെ നിങ്ങൾ ശിക്ഷിക്കുക ആണ് ചെയ്യുന്നത്. ആരെ? കലി പേഴ്സണിഫൈഡ്. പക്ഷെ ഞാനുണ്ട് ഇവിടെ, എന്റെ രാജ്യമാണ്, ഞാനാണ് ഇതിന്റെ രാജ്യം, എന്റെ കർത്തവ്യമാണ് ഇവരെല്ലാം നോക്കി നടത്തേണ്ടത്. ഓക്കെ, ഇവിടെ കലികാലത്തില് സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറഞ്ഞ അവരിത്, അതായത് കലികാലത്തില് ഇതെല്ലാം അധപ്പതിക്കും, പശുവിനെ എല്ലാം കൊന്ന് മനുഷ്യന്മാര് തിന്നാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു പറഞ്ഞാൽ അവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആർക്ക്? ശൗനകാദി ഋഷികൾക്ക്. അങ്ങനത്തെ ഒരു കാലം വരുമോ? പശുക്കളെ കൊന്നു തിന്നും. പശുക്കളെ കൊന്നു തിന്നൊരു സമയം അവർക്ക് ഈവൻ ആലോചിക്കാനും കൂടി പറ്റിയിരുന്നില്ല. പക്ഷെ നമ്മളത് നമ്മുടെ മുന്നിൽ കാണുന്നു, ഒരു സാധാരണ ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നു എന്ന്. കാരണം നമ്മൾ കലികാലത്തിൽ 5000 വർഷം ഇങ്ങോട്ട് പോന്നു അല്ലേ? അപ്പൊ ഇതെല്ലാം നടക്കുന്നു ഇപ്പോ. അന്ന് അവർക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല. പക്ഷെ മൃഗങ്ങളെ കൊന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടത്. കാരണം വെച്ചാൽ മനുഷ്യർക്ക് പറഞ്ഞതല്ല മൃഗങ്ങൾ അല്ലേ? അങ്ങനെ അങ്ങനെ അന്നത്തെ കാലത്തും തന്നെ, അഥവാ അങ്ങനെ തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു. അതായത് ഗ്രാമത്തിന് പുറത്ത്, ആൾക്കാരില്ലാത്ത സ്ഥലത്ത് അവിടെ പോയിട്ട് അതിന് ചില നിബന്ധനകളുണ്ടായിരുന്നു. വേദങ്ങളില് അങ്ങനത്തെ ആൾക്കാർക്ക് ചില നിബന്ധനകളോട് കൂടിയിട്ട് മാംസം കഴിക്കാം. എന്താണ് നിബന്ധനകള്? അത് തന്റെ സമൂഹത്തിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല. പുറത്ത് പോകണം, ദൂരെ പോകണം, ആരും ഇല്ലാത്ത സ്ഥലത്ത്. അല്ലെങ്കിൽ ഒരു കാളിയുടെ ടെമ്പിളിൽ പോകണം. കാളി മാംസം സ്വീകരിക്കും. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ തമോ ഗുണത്തിലുള്ള ആൾക്കാരുടെ ആ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അഥവാ മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ കാളിക്ക് അത് സമർപ്പണം ചെയ്ത് കഴിക്കാൻ എന്നുള്ള ഒരു പ്രൊവിഷൻ വേദങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എന്നാണ് പ്രൊവിഷൻ പറയുന്നത്? അതായത് ആർക്കെങ്കിലും അങ്ങനെ മത്സ്യമാംസം കഴിക്കാതിരിക്കാൻ പറ്റില്ല, കഴിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ അമാവാസ്യ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കാളിയുടെ ടെമ്പിളിൽ പോകണം, അല്ലെങ്കിൽ പുറമെ, സമൂഹത്തിന് പുറമെ പോകണം. എന്നിട്ട് സ്വന്തം ആ മൃഗത്തെ, അത് പശുവിനെ കൊല്ലാൻ പാടില്ല, കാളയെ പാടില്ല, ലോവർ അനിമൽസ് എന്നാ പറയുന്നത്. ഞാനോ പന്നി, അങ്ങനത്തെ ഉള്ള ആടുകൾ, അങ്ങനത്തെ ലോവർ അനിമൽസെ പറഞ്ഞു. പശുവിനെ ഒരിക്കലും പാടില്ല. അപ്പൊ അങ്ങനത്തെ ലോവർ അനിമൽസിനെ സ്വന്തം അവരെ കഴുത്തറുത്ത് കൊല്ലണം. എന്നിട്ട് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. അതെന്ന്? മാസത്തിൽ ഒരിക്കല്, അമാവാസ്യ സമയത്താണ്. അന്ന് മാത്രം കാളി അമ്പലത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് കാളിക്ക് സമർപ്പിക്കണം ഇത്. അതായത് സ്വന്തം അതിനെ കൊന്ന് എന്നിട്ട് കാളിയുടെ മുമ്പിൽ അത് സമർപ്പണം ചെയ്തിട്ട് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. എന്താണ്? മാംസഖണ്ഡിത മാംസഹ. അതായത് ഈ ജീവൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നു, അടുത്ത ജന്മത്തില് താങ്കൾക്ക്, അതായത് ആരാണോ കൊല്ലപ്പെടുന്ന, വധിക്കപ്പെടുന്ന ആ മൃഗം മനുഷ്യനായിട്ട് ഞാൻ ഒരു മൃഗമാവും. അപ്പോ അതിന് പകരം ചോദിക്കാം. അതേപോലെ എന്നെ എങ്ങനെ ഇപ്പൊ കൊന്നു തിന്നുന്നു, അതേപോലെ അങ്ങേ ഞാനും കൊന്നു തിന്നും എന്നുള്ള ഒരു പ്രതിജ്ഞ അല്ലെ? ഇപ്പൊ ഞാൻ, ഫോർ എക്സാമ്പിൾ, ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ പ്രതിജ്ഞ എടുക്കാണ്, ആ മൃഗത്തിനോട് പറയാണ്, അടുത്ത ജന്മം ഞാൻ മൃഗമാവും, നിങ്ങൾ മനുഷ്യനാവും, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കൊന്നിട്ട് ഭക്ഷണമായിട്ട് കഴിക്കാം എന്നുള്ള പ്രതിജ്ഞ. ആ പ്രതിജ്ഞയുടെ ശരിക്കും അത് മനസ്സിലാക്കിയ ആൾക്കാർ ആരെങ്കിലും മൃഗങ്ങളെ കൊല്ലും? ഇല്ല. അപ്പൊ അങ്ങനെ ചില ആനുകൂല്യങ്ങള് തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് വെച്ചിട്ടുള്ള ഒരു ഇതാണത്. അപ്പോ മാംസ എന്താണ് അർത്ഥം? മാം പറഞ്ഞാൽ ഞാൻ, സ പറഞ്ഞാൽ യു, നിങ്ങള്. ഓക്കെ, ഇപ്പൊ എന്റെ ഊഴമാണ്, അടുത്ത ജന്മത്തില് ഇതേ പണി നിങ്ങൾ ചെയ്യും, നിങ്ങളുടെ ഊഴമായിരിക്കും. കാരണം ഞാനൊരു മൃഗമായിട്ട് മാറും, നിങ്ങളൊരു മനുഷ്യനായിട്ട് മാറും. ഇതാണ് പറയുന്നത്. അപ്പോ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? രാജാവിന്റെ കടമ. പ്രജകളെ എങ്ങനെ സംരക്ഷിക്കുന്നു, അതേപോലെ മൃഗങ്ങളെയും സംരക്ഷിക്കണം. മൃഗങ്ങളും രാജാവിന്റെ പ്രജകളാണ്. ഓക്കെ, പോൾ മെക്കാർട്ട്നി എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം ഒരു അനിമൽ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന
അതേപോലെ വെജിറ്റേറിയനിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബീറ്റിൽസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ജോർജ് ഹാരിസൺ ആ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, അതായത് ഇഫ് സ്ലോട്ടർ ഹൗസസ് ഹാഡ് ഗ്ലാസ് വാൾസ് എവറിബഡി വുഡ് ബിക്കം വെജിറ്റേറിയൻസ്. അതായത് അറവുശാലകൾക്ക് ഗ്ലാസിന്റെ ചുമരുകൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മാംസബുക്കുകളായിരുന്നു, അല്ല ഐ മീൻ സസ്യബുക്കുകളായിരുന്നു ആയിരിക്കും എന്നാ പറയുന്നത്. കാരണം അതിൽ നടക്കുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. ആരും ഇത് കാണുമ്പോൾ മാംസം കഴിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഇഷ്ടം പോലെ അറിവുശാലകളാണ്. ഇതൊന്നും ഒരു പുസ്തകത്തിനും ഒരു ഗ്രന്ഥത്തിനും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മളെ നിയമവിരുദ്ധമായി ധർമ്മവിരുദ്ധമായിട്ട് ചെയ്യുന്നത്. കാരണം ഇത് കലികാലമാണ്. ഈ കലികാലത്തിൽ ഇതിലും അപ്പുറം നടക്കുന്നു. പ്രജകളെ സംരക്ഷിക്കേണ്ട രാജാവ് ശൂദ്രനായിരിക്കുമെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നു. കപട വേഷധാരിയായിരിക്കും. ശൂദ്രന്മാര് രാജാവായിട്ട്. ഒരാളും ഒരു ക്ഷത്രിയനായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്. ആ ക്ഷത്രിയൻ ആരുടെ നിർദ്ദേശപ്രകാരം? അത് ബ്രാഹ്മണന്മാരായിരിക്കും. അപ്പൊ ഇന്ന് ബ്രാഹ്മണന്മാരും ഇല്ല, ക്ഷത്രിയന്മാരും ഇല്ല, വൈശ്യന്മാരും ഇല്ല, എല്ലാവരും ശൂദ്രൻ. ഈ വൈശ്യന്മാരുടെ ജോലി എന്താണ്? കൃഷി, ഗോരക്ഷ, വാണിജ്യം, അഗ്രികൾച്ചർ അല്ലേ? അതേപോലെ ഗോരക്ഷ, മൃഗങ്ങളെ സംരക്ഷിക്കുക, പിന്നെ വാണിജ്യം, ട്രേഡ്. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുൾസ്, കാളകൾ വേണം, നിലമെല്ലാം എന്താ പറയുക ഒഴുകാൻ വേണ്ടിയിട്ട്, ടു പ്ലോ ദ ലാൻഡ്. അതേപോലെ പശു എന്തെല്ലാം നമുക്ക് തരുന്നു. പശുവിൻ്റെ നിന്ന് കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ആവശ്യമാണ്. പഞ്ചഗവ്യം അല്ലേ? എന്താണ് പഞ്ചഗവ്യം പറഞ്ഞാൽ? കൗഡങ്, യൂറിൻ, മിൽക്ക്, യോഗട്ട് ആൻഡ് ഘീ. ഈവൻ ആയുർവേദത്തിന്റെ ഇത് പ്രകാരം പഞ്ചഗവ്യ ട്രീറ്റ്മെന്റ് ഉണ്ട്, തെറപ്പി ഉണ്ട്. അതുകൊണ്ട് ഈവൻ ഫ്യൂവലിന് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇന്ധനമായിട്ട് നമ്മുടെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കൗഡങ്, ഏറ്റവും ബെസ്റ്റ്. എന്നിട്ടാണ് വിറക്, ഓക്കെ, എന്നിട്ടാണ് ചാർക്കോള്, എന്നിട്ടാണ് ഗ്യാസ്, എന്നിട്ടാണ് ഇലക്ട്രിസിറ്റി. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഭക്ഷണം നല്ല അതിന്റെ സ്വാദ്, രുചി വരണമെന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. അത് എങ്ങനെ നമ്മൾ ഏത് പാത്രത്തിൽ വെക്കുന്നു, ഏത് ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ വെക്കുന്നു, അതിന്റെ രുചിയെല്ലാം മാറും. ഇപ്പൊ കൗ എന്ന് പറഞ്ഞാൽ, പശു പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ഒരു അംഗമാണ്, നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. കൃഷ്ണന്റെ സമയത്ത് പശുവിന്, അതിന് ഭഗവാൻ കൃഷ്ണനും ഗോ ബ്രാഹ്മണ ഹിതായിച്ച, ഗോക്കളെയും ബ്രാഹ്മണന്മാരെയും അത്രയും ഉയർന്ന നിലയിലേക്ക് കാണുന്നത്. അപ്പൊ പശുവിനെ സംരക്ഷിക്കണം. അറ്റ്ലീസ്റ്റ് മാംസം കഴിക്കേണ്ട ഒരു ലോവർ ആയിട്ടുള്ള അനിമൽസിനെ കഴിച്ചോട്ടെ, തമോ ഗുണത്തിലുള്ള ആൾക്കാർ. പക്ഷെ അവരും ഇത് ഓർക്കണം. അതായത് ഞാൻ ഒരു മൃഗമായിട്ട് മാറും അടുത്ത ജന്മത്തില്. അപ്പോ ഞാൻ ആരെയാണ് കൊന്നത്? അവർ മനുഷ്യരായിട്ട് എന്നെ ഞാൻ ചെയ്ത പോലെ തന്നെ കൊന്നു തിന്നും എന്നത് ഓർക്കണം. അത്രേ ഉള്ളൂ. ആ ഒരു പ്രൊവിഷൻ അത് മിസ്യൂസ് ചെയ്യാണ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്. പിന്നെ അതുമല്ല, മുമ്പത്തെ കാലത്ത് ഈ യജ്ഞങ്ങൾ, അതായത് ഗോയജ്ഞ അല്ലെങ്കിൽ മറ്റുള്ള അശ്വമേധ യജ്ഞ, അങ്ങനെയുള്ള യജ്ഞങ്ങളുണ്ട്. അതിലെ മൃഗങ്ങളെ ബലി അർപ്പിക്കുമായിരുന്നു അല്ലേ? പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? അവർ മാംസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മാംസം കഴിക്കാൻ വേണ്ടി ആ യജ്ഞങ്ങള് ഏത് മൃഗത്തെയാണോ ബലി അർപ്പിക്കുന്നത് അവർക്ക് ഒരു ഉയർന്ന ജീവിതം, ഉയർന്ന ജന്മം, മനുഷ്യജന്മം കൊടുക്കാനുള്ള കഴിവ് ആരാണോ യജ്ഞം ചെയ്യുന്നത് അവർക്ക് ഉണ്ടായിരിക്കണം, ആ ബ്രാഹ്മണന്മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മള് ആയുധം ഉപയോഗിച്ചിട്ട് അവരെ തല മുറിക്കുകയല്ല ചെയ്യുന്നത്. ഇന്നെല്ലാം മെക്കനൈസറാണ്. ഒരു മൃഗശാലയില്, അറവുശാലയിൽ പോയാൽ എല്ലാം മെഷീനറീസാണ്. മിനിറ്റില് ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് അതായത് കൊന്ന് തള്ളുന്ന അവര് മാംസത്തിന് വേണ്ടിയിട്ട്. മീറ്റ് ഇൻഡസ്ട്രി അല്ലേ? അപ്പോ അന്നത്തെ കാലത്ത് യജ്ഞം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അഥവാ യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉയർന്ന ജീവിതം കൊടുക്കാൻ, മനുഷ്യരുടെ ജീവിതം കൊടുക്കാൻ. അപ്പൊ അവരുടെ മന്ത്രശക്തി ചെക്ക് ചെയ്യാൻ കൂടിയിട്ടാണ്. ബ്രാഹ്മണന്മാരുടെ ആ മന്ത്രത്തിലൂടെയാണ് അവര് ഈ മൃഗങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ആയുധം ഉപയോഗിച്ചിട്ടില്ല.
അവർ മന്ത്രം ചൊല്ലിയിട്ട് അവരെ സാക്രിഫൈസ് ചെയ്യുന്നു. ഉടനെ തന്നെ ആ മൃഗത്തിന് ഒരു മനുഷ്യജന്മം കിട്ടുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ മാംസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പോ അങ്ങനത്തെ അത് അതിനെ ദുരുപയോഗിക്കുന്ന സമയത്താണ് ബുദ്ധൻ, അതായത് ഈ വേദിക് ലിറ്ററേച്ചറിലെ ഈ പ്രൊവിഷനെ ആൾക്കാർ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ബുദ്ധന്റെ ഇൻകാർണേഷൻ, ഭഗവാൻ സ്വയം ബുദ്ധനായിട്ട് വന്നത്, അഹിംസ എന്ന ആ ഒരു ധർമ്മം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. റഷ്യയിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം ഹരേകൃഷ്ണ ഡിവോട്ടിയായി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് അദ്ദേഹം ഡിവോട്ടി ആയത്. അദ്ദേഹം ഒരു അറവുശാലയുടെ സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ആയിരുന്നു. ഓക്കെ, അതായത് ആ അറവുശാലയ്ക്ക് 4 ഫ്ലോർ അത്രയുണ്ട്. എല്ലാ സ്ഥലത്തും പശുക്കളാണ് കൂടുതൽ, പശുക്കളെയും കാളയും, ഒരുപാട് പശുക്കളെയും കാളയും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി 4th ഫ്ലോറിലായിരുന്നു. അതായത് പശുക്കളെ വേണ്ട സമയത്ത് അഴിച്ചു അറവുശാലയിൽ കൊണ്ടുപോവാം. എന്നിട്ട് അതിനുള്ള ഒരു സെക്യൂരിറ്റി ആയിരുന്നു. 4th ഫ്ലോറിലായിരുന്നു അദ്ദേഹം. അപ്പൊ അതില് ഒരു കാളെന്ന് ഭയങ്കര കൂറ്റൻ കാളെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കാളയെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ കൂറ്റൻ കാളയായിരുന്നു. അപ്പൊ ഇത് കാള കാണുന്നുണ്ട്, ഈ മൃഗങ്ങളെല്ലാം ഒന്നിന് പിന്നാലെ കൊണ്ടുപോയി അവര് അറക്കുന്ന കാണുന്നുണ്ട്, സ്ലോട്ടർ ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പൊ അതിന് ദേഷ്യവും സങ്കടവും എല്ലാം വന്നിട്ട് ഇങ്ങനെ കടന്ന് ഓടുകയാണ്. അപ്പൊ ആ കയറൊക്കെ പൊട്ടിച്ച് അത് ആ ഫ്ലോർ മുഴുവനെ ഓടുകയാണ്. ഓടിയിട്ട് നിവൃത്തിയില്ല, അതിന്റെ ടേൺ വരുന്നു പറഞ്ഞപ്പോ അത് ഒരു നിവൃത്തിയില്ലാണ്ട് ആ ഗ്ലാസ് ഡോറിൽ ഇടിച്ച്, കൊമ്പ് കൊണ്ട് ഇടിച്ച് നേരെ അവിടുന്ന് 4th ഫ്ലോറിൽ താഴെ വീണു, എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം സ്വന്തം കണ്ടതാണ്. ഒരു ഡിവോട്ടി, അതായത് ഡിവോട്ടി ആവുന്നതിന് മുമ്പേ ആ അറവുശാലയുടെ സെക്യൂരിറ്റി ആയിരുന്നു. അപ്പൊ പറയാണ്, അപ്പൊ ആ ഒരു മൃഗത്തിനും കൂടിയും എത്ര പെയിനാണ്, എത്ര വിഷമമാണ്, അത് കണ്ണിൽ കാണുന്നു, അതിന് സഹിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് അത് ചെയ്തത്. അതിന് അത്ര ശക്തി ഉണ്ടായിരുന്നു, അത് അങ്ങനെ ചെയ്തു എന്ന് ആ ഒരു ഡിവോട്ടിയെ പിന്നീട് പറയാ അദ്ദേഹത്തിന്റെ ഇതില്. അപ്പൊ നമ്മള് പശുക്കളാണ്. ചില ആൾക്കാർ പറയും അവർക്ക് സോളില്ല, ആത്മാവില്ല. പിന്നെ നമ്മളുടെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജീവോ ജീവസ്യ ജീവനം, ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷണം ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഓക്കെ, അത് വീക്കായിട്ടുള്ള ആൾക്കാരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കഴിക്കും, അതെല്ലാം നമ്മളുടെ ഒരു പ്രകൃതി നിയമമാണ്. പക്ഷെ ഓരോ ജീവജാലങ്ങൾക്കും ഭഗവാൻ തന്നെ ഒരു ഭക്ഷണം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മനുഷ്യർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് വെജിറ്റബിൾസ് അല്ലെ? അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ചതി തദഹം ഭക്തിയ ഉപഹൃതം അസ്നാമി പ്രയതാത്മ. അത് ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനെ അർപ്പിച്ചിട്ട് അതിൻ്റെ ആ റെമനൻസ്, അതിൻ്റെ ഉച്ഛിഷ്ടം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പാപകർമ്മങ്ങൾ ഏൽക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ലാണ്ട് ഭഗവാൻ ഭഗവത്ഗീതയില് അണ്ടണം ചിക്കണം മട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടി നമ്മളായിട്ടുണ്ടാക്കുന്ന പല നിയമങ്ങളാണ്. അപ്പോൾ മൃഗബലി എന്നുള്ളതും ഒരിക്കലും പറഞ്ഞിട്ടില്ല, അത് എവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ പ്രൊവിഷൻ തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് ഇന്ന നിബന്ധനകൾ വെച്ചിട്ട് ഒരു കൺസെഷൻ കൊടുത്തു എന്നുള്ളൂ. അതിനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തയ്യാറായിരിക്കണം, നമ്മൾ എഗ്രി ചെയ്യണം. അതായത് ഞാൻ ഒരു മൃഗത്തിനെ കൊല്ലുന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാനും കൊല്ലപ്പെടും അടുത്ത ജന്മത്തില്. ഇതിന്റെ ഒരു പ്രതിജ്ഞ, ഒരു ഓത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളും അതിൽ ഇടപെടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം മറന്ന് ഇന്ന് സ്ലോട്ടർ ഹൗസസ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ ഇഷ്ടം പോലെ നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ മൃഗങ്ങളെന്നും സംരക്ഷിക്കാൻ ഒരു കഴിവില്ലാത്ത ഒരു ഭരണകൂടമാണെങ്കിൽ കലികാലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് എല്ലാ സ്ഥലത്തും ഓപ്പൺലി നമ്മൾ ഇപ്പോൾ കാണുന്നു. അപ്പൊ അത്രയും ക്രൂരമായിട്ടുള്ള, അതായത് ദാരുണ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്താ ചെയ്യുന്നത്? പൂർത്തിയില്ല. കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കലിയുടെ ആ ഒരു എൻട്രി തന്നെ അങ്ങനെയാണ്. പശുവിനെ കാളയും ഉപദ്രവിച്ച് ക്രൂരമായി ഉപദ്രവിക്കുന്നതാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന സമയത്തിന്റെ ആ ഒരു ട്രെയിലർ, ഒരു ടീസർ കാണിച്ചു തരാണ് നമുക്ക്. So the principal sign of the age of Kali is that lower caste Shudras
that is, men without Brahmanical culture and spiritual initiation will be dressed like administrators or kings, and the principal business of such non-Kshatriya rulers will be to kill the innocent animals. അപ്പൊ ഈ കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് താഴെ ശൂദ്ര എന്ന് പറഞ്ഞാൽ അവര് തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. അപ്പോ അവര് സാത്വികന്മാരല്ല. അപ്പൊ ബ്രാഹ്മണിക്കൽ കൾച്ചർ ഇല്ല, അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു അറിവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കലിയുഗത്തില് അവര് രാജാക്കന്മാരായി നടിക്കും. അവര് അവരുടെ വേഷം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഏതൊരു വ്യക്തിക്ക് നമ്മള് എക്സ്റ്റേണലി നല്ല തിലകൊക്കെ ഇട്ട് കുർത്ത പൈജാമൊക്കെ ഇട്ട് കണ്ണിമാലയൊക്കെ ധരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാവരും എന്താ വിചാരിക്കുക? ഒരു ഡിവോട്ടി, അങ്ങനെ ഒരു ഭക്തൻ പോകുന്നു. പക്ഷെ ഉള്ളിലെ ആ ഒരു ഭക്തന്റെ യാതൊരു പെരുമാറ്റവും ഇല്ലെങ്കിൽ പിന്നെന്താ കാര്യം? അപ്പൊ എക്സ്റ്റേണലി നമ്മൾ ഡ്രസ് ചെയ്ത് കാണില്ല. എക്സ്റ്റേണലി നമ്മൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേണലി ആണ് പ്രധാനപ്പെട്ടത്. അതാണ് നമ്മൾ ഓർക്കുന്നത്. ഇന്റേണലി നമ്മൾ ഒരു ഭക്തനായിരുന്നു, എക്സ്റ്റേണലി നമ്മൾ എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ ദേശകാല പാത്രം അനുസരിച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഡ്രസ്സ് നമുക്ക് എന്ത് വേണം ഇടാം. പക്ഷേ ആ എക്സ്റ്റേണൽ ഡ്രസ്സ് ഒരു അഡീഷണലി റിമൈൻഡിങ് മാത്രമാണ്. ഇന്റേണലി നമ്മൾ ഭക്തരായിരിക്കണം, അതാണ് അത്യാവശ്യം. അതുപോലെ ഇവര് എക്സ്റ്റേണലി രാജാവാണ്, ഇന്റേണലി അവർ ശൂദ്രന്മാരാണ്. അവർക്ക് ആധ്യാത്മിക തലത്തിൽ യാതൊരു വിദ്യയില്ല. അതേപോലെ അവര് ക്ഷത്രിയന്മാരുമല്ല. ക്ഷത്രിയന്മാർക്ക് മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അവര് ദ്വിജാസ്, ആക്ച്വലി ഇവർ ദ്വിജാസ് ആണ്, ട്വൈസ് ബോൺ. അവർക്ക് ഒരു ബയോളജിക്കൽ പാരൻസും ഉണ്ട്, അതേപോലെ ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആസ് എ സ്പിരിച്വൽ പാരന്റ്. അപ്പോൾ ഇത് രണ്ടും, ആ സ്പിരിച്വൽ ആയിട്ടുള്ള വിദ്യ എപ്പോ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ അടുത്തുനിന്ന് കിട്ടുന്നു, അപ്പോഴാണ് അദ്ദേഹം ട്വൈസ് ബോൺ ദ്വിജ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദ്വിജബന്ധു, ബ്രഹ്മബന്ധു, ക്ഷത്രിയ ബന്ധു, അത്രേ ഉള്ളൂ. In the Bhagavad Gita 18.44, it is said that the Vaishyas are meant to deal in agriculture, cow protection and trade. Okay. So, വൈശ്യന്മാരുടെ എന്താണ്? കൃഷി, ഗോരക്ഷ, വാണിജ്യം. ഓക്കെ. അപ്പോൾ വൈശ്യന്മാരാണ് ആക്ച്വലി പശുക്കളെ സംരക്ഷിക്കേണ്ടത്, അവരുടെ ദൗത്യമാണ്. അപ്പൊ അവരാണ് ഇന്ന് അവർ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇവരെല്ലാം അറവുശാലകളിൽ പോകുന്നത്. കാരണം അവരുടെ കാര്യം കഴിഞ്ഞാൽ ഇന്ന് അവരെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അറവുശാലയ്ക്ക് കൊടുക്കുകയാണ്. കാരണം പാല് തരുന്നില്ല പശു. കാള അത് വയസ്സായി, അതിനെ കൊണ്ട് ഇപ്പൊക്കെ ട്രാക്ടറല്ലേ ട്രാക്ടറൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് കാളുടെ ആവശ്യമില്ല. അപ്പൊ അത് അവർക്കൊരു ബേർഡനാണ്, ഫിനാൻഷ്യൽ ബേർഡനാണ്. അപ്പൊ ഇവരെ നേരത്തെ തന്നെ അറവുശാലയ്ക്ക് കൊടുക്കും. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്ന വൈശ്യ ക്ലാസ് അവരെ ആണ് ഇതിന് കാരണക്കാർ. കാരണം വൈശ്യരുടെ ഡ്യൂട്ടിയാണ് കൃഷി, ഗോരക്ഷ ആൻഡ് വാണിജ്യം. അപ്പൊ അവരത് ശരിക്കും നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ അതിൽ എസ്പെഷ്യലി പശുക്കളെ നമ്മുടെ അറവുശാലയ്ക്ക് കൊടുക്കാൻ ഇത്രയും വലിയ വേറൊരു പാപമില്ല എന്നാണ് പറയുന്നത്. പശുക്കളെ അറവുശാലയ്ക്ക് കൊടുക്കും. പശുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട് കാണണം. പശുക്കളെ വീട്ടിൻ്റെ ഉള്ളിൽ കടത്താം, കുഴപ്പമില്ല. ഓക്കെ, പശുക്കളെ വീട്ടിൻ്റെ ഉള്ളിൽ കടത്താം. അതിൽ കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഉപയോഗം വരുന്നത്. ഇപ്പോൾ വൃന്ദാവനിൽ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ, വൃന്ദാവനിലും മായപ്പൂരിൽ പോയിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ ചാണകം അവർ പാറ്റീസായിട്ട് ഉണക്കിയിട്ട് അതിനെ പാറ്റീസായിട്ട് സൂക്ഷിച്ച് വെക്കും. അതിനെ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഗോൾഡ്, അത്രയും അതിന് മൂല്യമുണ്ട്. ആക്ച്വലി അതിന് അത്രയും മൂല്യമുണ്ട്. അപ്പൊ എവിടെ ചെന്നാലും അത് കൂമ്പാരമായിട്ട്. പിന്നെ അതല്ല, നമ്മളുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ചാണകം അതൊരു കൗഡങ്, അതായത് ഒരു ജീവന്റെ, അതായത് ജീവാത്മാക്കളുടെ ഡങ്, അതായത് മലം എന്നുള്ളത്, സ്റ്റൂൾ എന്നുള്ളത്, അത് എന്താണ്? ഇനോസ്പീഷ്യസ്. അതേപോലെ എല്ല്, അസ്ഥി, അത് ഇനോസ്പീഷ്യസ് ആണ്. അതൊരു കാര്യത്തിനും ഉപയോഗിക്കില്ല. പക്ഷേ പശുവിൻ്റെ ഉപയോഗിക്കും. അതേപോലെ ശംഖ്, അതും അസ്ഥിയാണ്, ഒരു
ഇതിന്റെ ഒരു മൃഗത്തിന്റെ അല്ലെ, ഒരു ജീവിയുടെ, അതും ഉപയോഗിക്കും. അത് നമ്മളുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ ചാണകം അത് ആന്റിസെപ്റ്റിക് ആണ്. അതേപോലെ നമ്മുടെ വീട്ടിലെ നിലം മെഴുകാൻ ഉപയോഗിക്കും, അതേപോലെ ചുമര് മെഴുകാൻ ഉപയോഗിക്കും. പല കാര്യത്തിനും ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഇൻസെക്ട്സ് വരില്ല. ഓക്കെ. ഇപ്പൊ പ്രഭാത തന്റെ പർപ്പോട്ടിൽ പറയുന്നുണ്ട് ആ ചാണകത്തിനെ പറ്റിയിട്ട്. ഓക്കെ. അതിന്റെ ശംഖിനെ പറ്റിയിട്ട്. ശംഖ് നമ്മള് ഡിവോഷണൽ സർവീസ് ആരതി സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. ആരതി തുടങ്ങുന്നതിനും ആരതിയുടെ ശേഷം നമ്മൾ ശംഖ് ഉപയോഗിക്കുന്നു. അതൊരു ജീവിയുടെ അസ്ഥി ആണെങ്കിലും കൂടിയിട്ട് അത് പ്യുവറാണ്. അതേപോലെ കൗഡങ്, പശുവിന്റെ ചാണകം നമ്മൾ ഉപയോഗിക്കുന്നു. അത് ആക്ച്വലി ശുദ്ധീകരിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ചാണകമായിക്കോട്ടെ, യൂറിനായിക്കോട്ടെ, എല്ലാം നമ്മൾ ഉപകരിക്കുന്നത്. അപ്പൊ പശുവിനെ നമ്മളുടെ വീട്ടിലൊരു അംഗമായിട്ട് കാണുന്നു. വീട്ടിൽ കടത്തിയ കുഴപ്പമില്ല. ഇന്നത്തെ കാലത്തെ പശുവിനെ പുറത്തും പട്ടി, പൂച്ച ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വന്തം ബെഡിലും കടത്തും. അതാണ് ഇന്നത്തെ കലിയുഗത്തിന്റെ ഒരു മഹിമ എന്ന് പറയുന്നത്. അവരെ ആരെയാണ് പുറത്ത് ഓഫ്കോഴ്സ് പശുവിനെ തൊഴുത്തിൽ തന്നെ കെട്ടണ്ട, അത് യാതൊരു സംശയമില്ല. പക്ഷെ അവർ ഉള്ളിൽ വന്നാലും യാതൊരു പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് വെക്കുന്നത് പട്ടി, പൂച്ച, അവരൊക്കെ വീടിൻ്റെ ഉള്ളിൽ. അവരൊക്കെ ആക്ച്വലി പുറത്താണ് വെക്കേണ്ടത്. അവരെ സംരക്ഷിക്കണം, വേണ്ടെന്നാ പറയണ്ടത്. പക്ഷെ അവരെ ഉള്ളിൽ കടത്താൻ പാടില്ല. അവരെ ഓസ്പിഷ്യസ് അല്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുക? അതായത് പശുവിന്റെ ചാണകവും ശംഖ്, ഒരു ജീവിയുടെ ഒരു അസ്ഥി, ഇതെല്ലാം ഓസ്പീഷ്യസ് ആണ് എന്നത് വേദങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് വേദങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു? കാരണം വേദങ്ങള് ആക്സിയോമാറ്റിക് ട്രൂത്ത് ആണ്, സെൽഫ് എവിഡന്റ് ആണ്. നമ്മള് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അത് ഈ കമ്പനി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, നമ്പർ 1 യൂണിവേഴ്സിറ്റി, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? അത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിന്റെ അഭിപ്രായപ്രകാരം അവര് ചില ക്രൈറ്റീരിയ വെച്ച് സ്റ്റഡി ചെയ്ത് ഇന്ന യൂണിവേഴ്സിറ്റി നമ്പർ 1 യൂണിവേഴ്സിറ്റി, ഇത് നമ്പർ 2, അങ്ങനെ അവർക്ക് ആ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കും. പക്ഷെ വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും അങ്ങനെ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ ആക്സിയോമാറ്റിക് ട്രൂത്ത്, സെൽഫ് എവിഡന്റ് ആണ്. അപ്പൊ എന്താണോ വേദങ്ങൾ പറഞ്ഞത് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല, സെൽഫ് എവിഡന്റ് ആണ് എന്നാണ് പറയുന്നത്. സോ in the age of Kali, the degraded Vaishyas, the mercantile men, are engaged in supplying cows to slaughterhouses. The Kshatriyas are meant to protect the citizens of the state, whereas the Vaishyas are meant to protect the cows and the bulls and utilize them to produce grains and milk. എങ്ങനെ ഗ്രെയിൻസ് ആൻഡ് മിൽക്ക്? അതായത് ഇവരെ കാളുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്ലവിങ്ങിന് അല്ലെ, നിലം മുഴുകാൻ വേണ്ടിയിട്ട്. പശു നമുക്ക് പാല് തരുന്നു. ഇപ്പൊ രണ്ടുപേരെയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് മോഡേൺ ടെക്നോളജി വന്നുകൊണ്ട് കാളുകൾക്ക് ജോലിയില്ല. അതിന് ട്രാക്ടറാണ് ഇഷ്ടം പോലെ. ട്രാക്ടർ വന്ന സമയത്ത് ഒരു ഫെയർ നടത്തി, ട്രാക്ടറിന്റെയും അതേപോലെ ഫാർമേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അതിന്റെ ഉപയോഗം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസ്, ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെന്റ് കാണിച്ചു വേണ്ടി എല്ലാ ഫാർമേഴ്സിനും വിളിച്ചു വരുത്തി ഒരു ഫെയർ നടത്തി, മേള. അപ്പോൾ അതിലെല്ലാ ഫാർമേഴ്സും വന്നു. അപ്പോൾ അതിൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ വന്ന് ഇവരോട് ഫാർമേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് ഉപയോഗിച്ചാലുള്ള, ട്രാക്ടർ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളും അതിന്റെ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില ഫാർമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു, ചില ഫാർമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പഴയ ആ കാളുകൾ തന്നെ ഒരു ട്രഡീഷണൽ വേയിലുള്ള ആ പ്ലോവിംഗ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൽ അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് തൻ്റെ സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു കർഷകനെ കണ്ടു, സംസാരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലോണ് തരാം ട്രാക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ലോണും വേണ്ട, നിങ്ങളുടെ ട്രാക്ടറും വേണ്ട. ഞാൻ എങ്ങനെയാണോ എന്താ പറയുക നിലം ഒഴുകുന്നത് അത് പ്രകാരം തന്നെ ഞാൻ ചെയ്യുള്ളൂ.
അപ്പൊ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് അത്രയും ലാഭം കിട്ടുന്നു, അത്രയും സമയം ലാഭിക്കാം. ശരി, അതിന്റെ കാരണം ഒറ്റ എന്നുള്ളൂ. ട്രാക്ടർ എന്നെ സ്നേഹിക്കില്ല, പശു അല്ലെങ്കിൽ കാള എന്നെ സ്നേഹിക്കും, എനിക്ക് തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റും. ആ ഒറ്റ കാരണമാണ് പറഞ്ഞത്. അപ്പൊ അത് ഇവർക്ക് മനസ്സാവില്ല. അതായത് നമ്മളുടെ വീട്ടിലൊരു അംഗം പോലെയാണ്. ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനില് അവരൊക്കെ ഓരോ പശുക്കളെയും ഓരോ പശുക്കിടാങ്ങളെയും എങ്ങനെയാണ് പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവര് വാന് മാട്ടിയിട്ട് ഓടി വരുന്നു, ഒക്കെ ബോധക്കോളിനോട് വിളിക്കും. അവർക്കറിയാം ആ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ആ ഓരോ ട്യൂണിൽ വിളിക്കും, പേര് പറഞ്ഞു വിളിക്കും. അത്രയും ഇഷ്ടമാണ്. അപ്പോ പശുവിനെ നമ്മൾ അമ്മയായിട്ടും കാണുന്നു. അമ്മയുടെ പാല് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാല് പശുവിന്റെ പാലാണ്. അതുകൊണ്ടാണ് ഈ പൃഥ്വി നമുക്ക് തരുന്നത്, ഭൂമി നമുക്ക് എല്ലാ ധാന്യങ്ങളും എല്ലാം തരുന്നു, അല്ലെ, എല്ലാം തരുന്നു. അതുകൊണ്ടാണ് പശുവിന്റെ ഫോം എടുത്തു വന്നിരിക്കുന്നത്. എങ്ങനെ പൃഥ്വി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ധാന്യങ്ങളും എല്ലാ മിനറൽസും തരുന്നു, അതേപോലെ പശു നമുക്ക് വേണ്ടുന്ന എല്ലാ പഞ്ചഗവ്യങ്ങളും നമുക്ക് തരുന്നു. അപ്പൊ അതാണ് പശുവിന്റെ. അപ്പൊ ഒരു അമ്മയെ പോലെ, അപ്പൊ 7 അമ്മമാരിലെ പശു ഒരമ്മയാണ്. കൗ, പൃഥ്വി, അമ്മ, അല്ലെ. ആ അമ്മയാണ് നമ്മള് അതായത് നമുക്ക് ഉപയോഗമില്ലെങ്കിൽ അതിനെ അറവുശാലയ്ക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ എത്ര അധപ്പതിച്ചിട്ടുള്ള ഒരു സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ആലോചിക്കണം. The Kshatriyas are meant to protect the citizens of the state, whereas the Vaishyas are meant to protect the cows and bulls and utilize them to produce grains and milk. The cow is meant to deliver milk and the bull is meant to produce grains. But in the age of Kali, the Shudra class of men are in the post of administrators, and the cows and bulls, or the mothers and the fathers, unprotected by the Vaishyas, are subjected to the slaughterhouses organized by the Shudra administrators. അപ്പോ ബുള്ളിനെ അച്ഛനായിട്ടും ആൻഡ് പശുവിനെ അമ്മയായിട്ടും നമ്മൾ കാണുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ ഭരണാധികാരികളെ വൈശ്യന്മാര് പശുവിനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നില്ല. അതേപോലെ രാജാവായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ, രാജാവാം അല്ല, അവർക്ക് അവരുടെ കാര്യം മാത്രമല്ല, അവരുടെ പോക്കറ്റ് നിറയണം. ഓക്കെ, അവര് അതിനുള്ള സമ്മതം കൊടുക്കുന്നു സ്ലോട്ടർ ഹൗസിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കലിയുഗത്തിന്റെ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തില് കലിയുഗം ഇവിടെ വന്നു കഴിഞ്ഞു. പരീക്ഷിത് മഹാരാജാവ് അത്ഭുതപ്പെട്ട് കാണുകയാണ്. വളരെ ക്രൂരമായിട്ട് പശുവിനെയും കാളയും അടിച്ച് അത് ഒരു പരുവത്തിലായിട്ടുണ്ട്. അതാണ് ഈ ശ്ലോകം 17-ാമത്തെ ഈ അധ്യായം. അതിനെ പറ്റിയാണ്. എന്തുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് അതിനെ ശിക്ഷിക്കുക മാത്രം, എന്തുകൊണ്ട് അതിനെ കൊന്നില്ല? ആ കലിയെ കൊല്ലാമായിരുന്നല്ലോ. ആ ചോദ്യം ചോദിക്കേണ്ട മുമ്പ്, അല്ലേ? കാരണം കലി പേഴ്സണാലിറ്റിയുടെ ആ ഒരു ഷെഡ്യൂൾ ടൈമായി വരാൻ. അപ്പോൾ അതിനെ ശിക്ഷിക്കും, പക്ഷെ അതേസമയം അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും അറേഞ്ച് ചെയ്ത് നിൽക്കണം. കാരണം വെച്ചാൽ ആ കലിയുഗം ഇവിടെ വരണ സമയത്ത് വന്നിരിക്കണം. അതിനെ ഇല്ലാതാക്കാൻ പരീക്ഷിത് മഹാരാജന് പറ്റില്ല. പരീക്ഷിത് മഹാരാജന്റെ സമയത്ത് ഇങ്ങനെ അനർത്ഥങ്ങളും ഒന്നും നടക്കാൻ പാടില്ല. അത് പരീക്ഷിത് മഹാരാജ്. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജ് പറഞ്ഞത്, എൻ്റെ രാജ്യത്ത് ഇത് ഞാൻ നടക്കുന്ന ആലോചിച്ചും കൂടിയില്ല. കാരണം വെച്ചാൽ രാജഋഷിയാണ്, എല്ലാവരെയും സമമായിട്ട് തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ പരീക്ഷിത് മഹാരാജാവിന്റെ രാജ്യത്തില്, ആ ടെറിട്ടറിയിൽ ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോയിട്ട് നടന്നുള്ളൂ. അല്ലെങ്കിൽ എവിടെയാണോ 4 നിയമങ്ങൾ തെറ്റിക്കുന്നത് അവിടെ പോയി നിങ്ങൾ ജീവിച്ചോളൂ എന്നാണ് പറയുന്നത്. ആ 4 നിയമങ്ങൾ തെറ്റിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്, എവിടെയാണോ, എന്തൊക്കെയാണ് 4 എണ്ണം? ആർക്ക് പറയാൻ പറ്റും? No eating, no gambling, no illicit sex, no intoxication. ഓക്കെ, അതൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. ഇത് എവിടെയെല്ലാം നടക്കുന്നുണ്ടോ, ഗാംബ്ലിങ്, ഇൻടോക്സിക്കേഷൻ ആൻഡ് ഇലിസിറ്റ് സെക്സ് ആൻഡ് വാട്ട് മീറ്റ് ഈറ്റിംഗ്, ഇത് എവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവിടെ എല്ലാം പൊക്കോളൂ. പക്ഷേ പരീക്ഷിത് മഹാരാജന്റെ രാജ്യത്ത് ഇത് എവിടെയും കാണുന്നില്ല. അപ്പൊ വീണ്ടും വന്ന് അഭ്യർത്ഥിച്ചു. അപ്പൊ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്? ഓക്കെ, സ്വർണം, ധനം എവിടെ കൂടുതലുണ്ടോ അവിടെ ചെന്ന് അറ്റാക്ക് തുടങ്ങും. അത് ഒരുപാട് സ്ഥലത്തുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഒരു
പരീക്ഷിത് മഹാരാജാവ് കലിക്ക് ആ ഒരു എന്താണ് പറയാ അവാർഡ് ശിക്ഷയ്ക്ക് മാത്രമല്ല അതിന് കുറച്ചൊരു കൺസെഷൻ കൊടുത്തു, ജീവിച്ചോളൂ. പക്ഷെ ഈ സ്ഥലങ്ങളിൽ എൻ്റെ സ്ഥലത്ത് എല്ലാം നന്നായി നടക്കുന്നുണ്ട്. മീറ്റ് ഈറ്റിംഗ്, ഇൻടോക്സിക്കേഷൻ, ഗാംബ്ലിംഗ്, ഇല്ലിസിറ്റ്സ് ഇത് നടക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് എവിടെ നടക്കുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ പോകും. പക്ഷെ കാലക്രമേണ ഇതെല്ലാം പതുക്കെ സൊസൈറ്റിയിൽ കടന്നുകൂടി. ഈവൺ അങ്ങനെ കടന്നുകൂടിയാലും കൂടിയിട്ട് ഇത് ഒരു ലൈസൻസിലായിരുന്നു. എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ആർക്കും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാലമായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈവൺ മീറ്റ് ഈറ്റിംഗ്, ഗാംബ്ലിംഗ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം പുറമേ നടന്നിരുന്നു. വളരെ വളരെ റെഗുലേറ്റഡ് ആയിട്ട്. ഇന്നിപ്പോൾ ഓപ്പൺലിയാണ്, ഇന്നിതെല്ലാം ഓപ്പൺലിയാണ് നടക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇതിനൊക്കെ ഇന്ന് അവർ നിയമം കൊടുന്നു, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ആരും ഒന്നും പറയാൻ പോകുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഇത് നിങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ആരും കൈ കടത്തില്ല, ഗവൺമെന്റും നടത്തില്ല. അപ്പൊ അങ്ങനെ നിയമം പാസ്സാക്കിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ലിവിങ് ടുഗദർ അല്ലേ? ലിവിങ് ടുഗദർ എവിടെ വേണമെങ്കിൽ ഏത് വയസ്സിൽ ആർക്ക് വയസ്സ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ 16 വയസ്സ് 17 വയസ്സ് ഇല്ല കല്യാണം കഴിക്കുന്നില്ല. അവർക്ക് വേണം ലിവിങ് ടുഗദറായി, കുട്ടികളായി. എന്നിട്ട് ആ കുട്ടികൾക്ക് തൻ്റെ അച്ഛനും അമ്മയുടെയും കല്യാണത്തിൽ പങ്കെടുക്കാം അല്ലെ? എന്തൊരു വിരോധാഭാസമാണ്. മക്കള് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഇതാണ് കാലത്തിന്റെ പോക്ക്. അപ്പോൾ ഇത് മുൻകൂട്ടി വ്യാസദേവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഇങ്ങനെല്ലാം സംഭവിക്കുമെന്ന് പറയുന്നത്. ഇത് അന്നത്തെ കാലത്ത് സുതഗോസ്വാമി അല്ലെങ്കിൽ സുഖദേവ ഗോസ്വാമി ഇതെല്ലാം പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർക്ക് ഇതൊന്നും ദഹിച്ചില്ല. കാരണം ഇങ്ങനത്തെ ഒരു സമയം വരുമോ എന്നാണ് അവർക്ക്. പക്ഷെ അങ്ങനെ ഒരു 1000 വർഷം ഒരു സാക്രിഫൈസ് യജ്ഞം ചെയ്തത് നമ്മുടെ ഇന്നത്തെ കാലത്തെ കലിയുഗത്തിൽ വരുന്ന ആൾക്കാർക്ക് അവർ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ശൂദ്ര അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉള്ളത് കാരണം നമ്മളെ ശരിക്കും രാജ്യഭരണം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും അതുകൊണ്ട് നമ്മുടെ വർണ്ണാശ്രമ ധർമ്മം എന്നുള്ള ആ ധർമ്മം ഇന്ന് പാലിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. വർണ്ണാശ്രമ ധർമ്മം കാരണം വെച്ചാൽ ആരും ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, വൈശ്യനും. ബ്രാഹ്മണൻ ശമ്പളം മേടിക്കുന്നു, ക്ഷത്രിയ ശമ്പളം മേടിക്കുന്നു, വൈശ്യനും ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു. അതേപോലെ ശൂദ്രന്മാര് ആൾറെഡി ആ തലത്തിലാണ്. അതുകൊണ്ട് ഒരാൾക്കും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. പിന്നെ നമുക്ക് എന്താണ് രക്ഷ? വർണ്ണാശ്രമമില്ല, ശരിക്കുള്ള വർണ്ണത്തിൽ ജീവിക്കുന്ന ആൾക്കാരില്ല, ശരിക്കുള്ള ആശ്രമം കൊണ്ട് നടത്തുന്ന ആൾക്കാരില്ല. നമുക്ക് ഒരൊറ്റ രക്ഷയുള്ളൂ, ദേവി വർണ്ണാശ്രമം, ഡിവോഷണൽ ആക്ടിവിറ്റീസ്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആർക്കും ഏത് കുടുംബത്തിൽ ജനിച്ചാലും ശരി, ബ്രാഹ്മണ കുടുംബത്തിലും ക്ഷത്രിയ കുടുംബത്തിലും വൈശ്യ കുടുംബത്തിലും ശൂദ്ര കുടുംബത്തിലും ഏത് കുടുംബത്തിൽ ജനിച്ചാലും ശരി, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ദേവി വർണ്ണാശ്രമം, അതായത് ഡിവോഷണൽ ആക്ടിവിറ്റീസ്. ദേവി വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് ആർക്കും ചെയ്യാൻ പറ്റും, ഒരു നിബന്ധനയില്ല. അതിനിപ്പോ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നില്ല, അല്ലെങ്കിൽ ക്ഷത്രിയാണോ അല്ലെങ്കിൽ വൈശ്യനൊന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അവനവന്റെ ആ രുചി അനുസരിച്ചിട്ട് ഏത് ഗുണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതനുസരിച്ച് നമുക്ക് പറ്റുന്ന ഉതകുന്ന ഭക്തിയുത സേവനം ചെയ്തിട്ട് നമുക്ക് ഭഗവത് പ്രാപ്തി നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാണ്ട് ശരിക്കുള്ള വർണ്ണാശ്രമ ധർമ്മത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ശരിക്കുള്ള വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ അത് വേദിക് വർണ്ണാശ്രമം. അത് ബ്രാഹ്മണൻ ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ബ്രാഹ്മണനാണ്. അന്നത്തെ ഏത് ബ്രാഹ്മണ കുടുംബത്തിലാണോ ഒരു വ്യക്തി ജനിക്കുന്നത് അവർ ബ്രാഹ്മണനായിരിക്കും, ആ ക്വാളിറ്റി ഉണ്ടായിരിക്കും. വളരെ ദുർലഭേ ആ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അത് ഗുരു തീരുമാനിക്കും ഏത് ക്വാളിറ്റി. അപ്പൊ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ, അവ ഗുരുവാണ് തീരുമാനിക്കുക അന്നത്തെ കാലത്ത്. പക്ഷേ ബ്രിട്ടീഷ് നമ്മളെ ഇന്ത്യയൊക്കെ കോളനൈസേഷൻ ചെയ്ത ശേഷം നമ്മളുടെ എഡ്യൂക്കേഷൻ ആദ്യം നമ്മളുടെ നട്ടെല്ലാണ് ഓടിച്ചത്. എന്താണ് നമ്മുടെ നട്ടെല്ല്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഗുരുകുല സമ്പ്രദായം, നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നശിപ്പിച്ചു. അത് കാരണം നമ്മുടെ എല്ലാം കളഞ്ഞു. അപ്പൊ ആ ഫസ്റ്റ് നമ്മുടെ ബാക്ക് ബോണാണ് തകർത്തത് ബ്രിട്ടീഷ് കോളനൈസേഷൻകാർ.
നമ്മുടെ സംസ്കാരത്തിന് മുഴുവനെ നശിച്ചു. നമ്മുടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഏറ്റവും സ്റ്റോൺ ഏജിൽ ചെയ്യുന്ന ആൾക്കാരുടെ തുല്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം തകർത്തിട്ട് നമ്മളെ സോ കോൾഡ് അഡ്വാൻസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് ഉണ്ടായത്. സോ ടെക്സ്റ്റ് 2. വൃഷം ധവലം മേഹന്തം ഇവ ബിഭ്യതം വേപമാനം പദൈക്യേന സീദന്തം ശുദ്രതാഡിതം. വൃഷം മൃണാലധവലം മേധന്തം ഇവ ബിഭ്യതം വേപമാനം പദൈക്യേന സീദന്തം ശൂദ്രതാഡിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ. വൃഷം മൃണാളധവളം മേഹന്തമിവ ബിഭ്രതം വേപമാനം പദൈക്യേന സീതന്തം ശൂദ്രതാഡിതം. ഹരേ കൃഷ്ണ. ഭാവർത്തമായി ശ്രീല പ്രഭുപാദ് കി ജയ്. വൃഷഭം ഒരു വെളുത്ത താമരപൂ പോലെ ധവള നിറമാർന്നതായിരുന്നു. തന്നെ പ്രഹരിക്കുന്ന ശുദ്രനെ ഭയന്ന് അത് ഒറ്റക്കാലിൽ നിന്ന് വിറയ്ക്കുകയും മൂത്രം വിസർജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ. Very good. The bull was as white lotus flower. He was terrified of the Shudra who was beating him, and he was so afraid that he was standing on one leg, trembling and urinating. About bull kala, white as white lotus flower. White lotus flower കളറിലായിരുന്നു bull. അത് പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ രാജാവിന്റെ വേഷത്തിൽ ശൂദ്രൻ പിടിക്കാൻ ക്രൂരമായി മർദ്ദിക്കാൻ. അപ്പൊ ഒരു കാലം നിനക്ക് എന്താണ് പറയുന്നത്, എന്താണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കാല നമ്മുടെ ധർമ്മമാണ്. ധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ് ആണ് സത്യം, തപസ്, ദയ, സൗച്യം. ഓക്കെ, ഇതില് ആ 4 കാലില് 3 കാലം പോയിരിക്കുന്നു. ഒരു കാല് മാത്രം നിൽക്കുന്നു. ആ കാല് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ ക്ലിയർ ആവുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. അതെ, ഓക്കെ, ഹരി ബോൾ. അപ്പോ ഈ 4 കാല് ധർമ്മത്തിന്റെ 4 ഗുണങ്ങളാണ്. അപ്പോ അതെന്താണ്? സത്യം, ദയ, ശൗചം ആൻഡ് തപസ്, അല്ലെ? അപ്പൊ ഈ 3 കാലും പോയിരിക്കുന്നു. ഒരു കാലാണ്, ആ ഒരു കാലം അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു, സ്ഥിരതയില്ല. ആ ഒരു കാല് ആടിക്കൊണ്ടിരിക്കുന്ന കാലാണ് സത്യം. അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്, അതിന് സ്ഥിരതയില്ല എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും വീഴും. നമ്മളൊരു വീടുണ്ടാക്കണമെങ്കിൽ അതിന് 4 കാലമാണ്, അല്ലെ? അതേപോലെ ധർമ്മത്തിന്റെ 4 കാലുകളാണ്. അപ്പൊ ഓരോ യുഗത്തിലും ഓരോ ആ ഗുണങ്ങൾ നശിച്ചു. ആദ്യത്തെ യുഗത്തില് എന്ത് നശിച്ചു? തപസ് നശിച്ചു. 2ാമത്തെ യുഗം കഴിഞ്ഞപ്പോഴേക്കും ദയ നശിച്ചു. 3ാമത്തെ യുഗം ആയപ്പോഴേക്കും ശൗചം നശിച്ചു. 4ാമത്തെ യുഗം കലിയുഗത്തില് എന്താണ്? സത്യം മാത്രമുള്ളൂ. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു, ട്രംബ്ലിങ് ആൻഡ് യൂറിനേറ്റിംഗ്. അപ്പൊ കലിയുഗത്തില് ഇതെല്ലാം അവസാനം നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ആ 4ാമത്തെ കാലം ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് അവശേഷിച്ചിരിക്കുന്നത് ട്രൂത്ത്. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രൂത്ത്? ഇപ്പോഴും നമ്മുടെ അതായത് വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വിശ്വാസമുണ്ട്, അല്ലെ? ചില ആൾക്കാർ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു. ട്രൂത്ത്, അല്ലെ? ഇപ്പോഴും ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ചില ആൾക്കാരെ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, അതായത് ഒരു ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്താൽ നമ്മൾ ആദ്യം പൈസ കൊടുക്കുന്നു. 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ആ വിശ്വാസത്തിന് മീതെയാണ് നേരത്തെ കൂടി പൈസ കൊടുക്കുന്നത്. നമുക്ക് സംശയമാണ്, അതായത് നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതിന് നമ്മൾ പൈസ കൊടുക്കില്ല. അപ്പൊ അവിടെ ഒരു വിശ്വാസമില്ലേ? 1 മാസം കഴിഞ്ഞാൽ അതായത് ഫ്ലൈറ്റ് കമ്പനിക്കാർ നമ്മള് ആ ടിക്കറ്റിന്റെ വാലിഡിറ്റി അവർ മാനിക്കും. എന്നിട്ട് നമ്മളെ ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളത് കാരണം നമ്മൾ നേരത്തെ കൂട്ടി പൈസ കൊടുക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു അംശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് പോകുന്തോറും ഇത് കുറഞ്ഞു വരും. അപ്പോൾ 4 പ്രധാനപ്പെട്ട
ധാർമ്മിക് പ്രിൻസിപ്പിൾസിലെ 3 കഴിഞ്ഞു, 1 മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് കലിയുഗം അങ്ങോട്ട് പോകും തോറും ഇത് അതുകൂടി ഇല്ലാതെയും. So the next symptom of the age of Kali is that principles of religion, which are all spotlessly white. അതിന്റെ വൈറ്റിന്റെ ആ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. വൈറ്റ് മീൻസ് സ്പോട്ട്ലെസ്, ഓൾ ഗുഡ് ക്വാളിറ്റീസ്. ഒരു തിന്മയുമില്ല, ഒരു ദോഷവുമില്ല. അങ്ങനെ വൈറ്റ് പറഞ്ഞാൽ പ്യൂർ. വൈറ്റ് ഈസ് ദ representation of purity, which are all spotlessly white, like the white lotus flower, will be attacked by the uncultured Shudra population of this age. Uncultured. ഇന്നത്തെ കാലത്ത് കൾച്ചർ എന്ന് പറഞ്ഞാൽ കോട്ടും സൂട്ടും ബൂട്ടൊക്കെ ഇട്ട് വരുന്ന ആൾക്കാർ, അതാണ് കൾച്ചർ. ഈസ് എ ജെന്റിൽമാൻ എന്ന് പറയും. കാരണം വെച്ചാൽ ഡ്രസ്സിങ്ങിലാണ് നോക്കുന്നത്. ഔട്ട്വേർഡ്, എക്സ്റ്റേണൽ. ഇന്റേണലി അവർ എത്ര പ്യൂരിറ്റി ഉണ്ട്, എത്ര ക്ലെൻലിനെസ് ഉണ്ട്, എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്, അത് നോക്കുന്നില്ല. Uncultured Shudra population of the age. They may be descendants of Brahmana or Kshatriya forefathers, but in the age of Kali, for want of sufficient education, culture, of Vedic wisdom, such a Shudra-like population will defy the principles of religion, and persons who are religiously endowed will be terrified by such man. അപ്പോൾ അവർ ഏത് കുടുംബത്തിൽ ജനിച്ചാലും ശരി, അവർക്ക് ആ ഒരു കൾച്ചർ, വേദിക് കൾച്ചറും ആ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കാരണം അവർ ശൂദ്രന്മാരുടെ പ്രവൃത്തി ചെയ്യുള്ളൂ. അവർ ശൂദ്രന്മാരുടെ പ്രവൃത്തി ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ സൊസൈറ്റിയിൽ they will create havoc. They will declare themselves as adherents of no religious principles. എന്താണ് പറയുന്നത്? സെക്യുലറിസം. ഒരു റിലീജനും ഇല്ല, എല്ലാം റിലീജനും. ഒന്നല്ലെങ്കിൽ ഒന്നും വേണ്ട, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ, ഒരൊന്നിനും പ്രാധാന്യമില്ല. They will declare themselves as adherents of no religious principles and many isms, secularism. And cults will spring up in Kali Yuga. ഒരുപാട് ഇസംസ് വരും. Only to kill the spotless full of religion. എന്തിന്? ഈ നമ്മളുടെ ആ റിലീജിയസ് പ്രിൻസിപ്പിൾസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ. The state will be declared to be secular or without any particular principle of religion. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മളുടെ രാജ്യത്തിനും അതാണ് സെക്യുലറിസം, സെക്യുലർ. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമവാഴ്ച ഉള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ ഭാഗ്യന്മാരാണ്. എന്താണ് ഭാഗ്യം? നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സമ്പ്രദായത്തില് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. പ്രഭുപാദരെ ഭഗവത്ഗീത ഭാഗവതം വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. സത്യം സത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇല്ലെങ്കിൽ നമ്മളും അന്ധകാരത്തിൽ ജീവിക്കുമായിരുന്നു. എന്ത് ശരി എന്ത് തെറ്റ് എന്നറിയാനുള്ള ഒരു അവസരം നമുക്കത് പ്രഭുപാദരെ ഭഗവത്ഗീത എന്നും ഭാഗവതം എന്നാണ് മനസ്സിലാക്കിയത്. ഭക്തി വേദാന്ത പർപ്പോട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല. നമ്മളും ഇരുട്ടില് അന്ധകാരത്തിൽ ജീവിക്കുമായിരുന്നു മറ്റുള്ളവരെ പോലെ. അപ്പൊ അറ്റ്ലീസ്റ്റ് തത്വം മനസ്സിലാക്കാൻ, സിദ്ധാന്തം മനസ്സിലാക്കാൻ, സത്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും കിട്ടി. ഇനി ബാക്കി നമ്മുടെ കയ്യിലാണ്. നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു, എങ്ങനെ ഇത് ഉൾക്കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കാൻ, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുള്ളത് നമ്മുടെ കാര്യം. പ്രഭുപാദ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. പ്രഭുപാദ പറയുന്നത് മൈ ബുക്സ് വിൽ ബി ലോ ബുക്സ് ഫോർ അനദർ 10,000 years. ഇറ്റ്സ് എ ഗോൾഡൻ എറ. കാരണം ഫ്രം ദ അഡ്വെന്റ് ഓഫ് ചൈതന്യ മഹാപ്രഭു 10,000 years ഇസ് ഗോൾഡൻ എറ. ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ശേഷം 10,000 വർഷം സുവർണ അവസരമാണ്. ഈ 10,000 വർഷത്തിന്റെ ഉള്ളില് നമ്മൾ കരകയറാൻ ശ്രമിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇത്രയും 8 ബില്യണോ 9 ബില്യണോ ഉള്ള അത്രയും പോപ്പുലേഷനില്, മനുഷ്യരില് നമ്മള്, അതായത് എസ്പെഷ്യലി ചൈതന്യ മഹാപ്രഭുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ ട്രഡീഷനിൽ വരുന്ന ഈ കുറച്ച് ആൾക്കാരെ വളരെ വളരെ ഭാഗ്യവന്മാരാണ്. കാരണം വെച്ചാൽ അവർക്ക് ഈ തത്വം, ഈ സിദ്ധാന്തം, മനുഷ്യൻ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ലക്ഷ്യം, ഈ കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് നമ്മുടെ കടമ. അതിനെ നമ്മൾ നിരസിക്കുകയാണെങ്കിൽ, ത്യജിക്കുകയാണെങ്കിൽ, അത് പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ നിർഭാഗ്യം. പ്രഭുപാദ പറയുന്നത് ടു കം ടു കൃഷ്ണ കോൺഷ്യസ്നസ്, വെരി ഫോർച്ചുനേറ്റ് പീപ്പിൾ ക്യാൻ കം. ഭാഗ്യം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കൃഷ്ണ കോൺഷ്യസിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് വൺ ആർ ദോസ് ഹു lives
ആഫ്റ്റർ ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദിസ് കോൾ. ഇതിൽ വന്ന ശേഷം ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇതിന്ന് വിട്ടുപോകുന്ന ആൾക്കാർ ഏറ്റവും നിർഭാഗ്യകരമുള്ള ആൾക്കാരാണെന്ന് പറയും. So the state will be declared to be secular or without any particular principle of religion, and as a result, there will be total indifference to the principles of religion. The citizens will be free to act as they like without respect to sadhu, shastra and guru. ഗുരു സാധു ശാസ്ത്രജ്ഞന്മാരെ ആക്ച്വലി ആദരിക്കേണ്ടത് നമ്മൾ എല്ലാവരെയും കടമയാണ്. അപ്പൊ അവർക്കൊന്നും യാതൊരു അവരർഹിക്കുന്ന ഒരു ആദരവും കൊടുക്കാതെ സാമാന്യ ആൾക്കാർക്ക് കൊടുക്കുന്നതും കൂടി കഴിയില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ കപട സന്യാസികള് ഒരുപാട് ഇന്നത്തെ സൊസൈറ്റിയിൽ. അതുകൊണ്ട് ശരിക്കുള്ള സന്യാസിമാരും അത് അവർ മാനിക്കില്ല. അതേപോലെ ശാസ്ത്രത്തിനെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം വളച്ചൊടിച്ച് അവര് പബ്ലിക്കിന് പ്രസന്റ് ചെയ്യുന്നു. ഗുരു അതേപോലെ തന്നെ, സാധു, ശാസ്ത്ര എല്ലാം. So the bull standing on one leg indicates that the principles of religion are gradually diminishing. ഇതാണ് അതിന്റെ symbolic representation. Even the fragmental existence of religious principles will be embarrassed by so many obstacles as if in the trembling condition of falling down at any time. ഏത് സമയത്തും അത് നിലം പതിക്കും ഈ ബുൾ. അങ്ങനെയാണ് അത് ആടിക്കൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद. हरि हरि बोल. हरे कृष्णा.